എന്നാൽ കാണുന്ന നിങ്ങളുടെ കണ്ണുകളും കേൾക്കുന്ന നിങ്ങളുടെ ചെവികളും ഭാഗ്യമുള്ളവയാകുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചിട്ട് കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ട് കേട്ടതുമില്ല. വിതയ്ക്കുന്നവന്റെ ഉപമ ശ്രദ്ധിക്കുക. രാജ്യത്തിന്റെ വചനം കേട്ട് അതേ ഗ്രഹിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. ഇതാണ് വഴിയരികിൽ വീണത്. എന്നാൽ പാറമേൽ വിതയ്ക്കപ്പെട്ടത് വചനം കേൾക്കുകയും ഉടൻ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യുന്നവനാകുന്നു. എന്നാൽ അവനിൽ വേരില്ല, ആകിയാൽ താൽക്കാലികനാകുന്നു. വചന നിമിത്തം ജനിക്കുമോ വീടുക ഉണ്ടാകുമ്പോൾ അവൻ വേഗം ഇടറിപ്പോകുന്നു. വചനം കേട്ടാലും ലോകചിന്തയും ധനത്തിന്റെ പ്രലോഭനവും ആ വചനത്തെ ജനിക്കുകയാൽ ഫലശൂന്യമാകുന്നതാണ്. മുൾച്ചെടികളുടെയിൽ വിതയ്ക്കപ്പെട്ടത്. എന്നാൽ നല്ല വിത്ത് വിതയ്ക്കപ്പെട്ടത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതായ വചനം കേട്ട് ഗ്രഹിക്കുകയും 30, 60, 100 മേനി ഫലം കായ്ക്കുകയും ചെയ്യുന്നതാണ് താൻ എള്ളി ചെയ്തു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 8ാം ഞായറാഴ്ച പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 10 മുതൽ 21 വരെയാണ്. അതിലെ അവസാനത്തെ ഏതാനും വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച ധ്യാനം, ആ വൃക്ക ധ്യാനം 3ാം ദിനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു. നാളത്തെ ആരാധന ആത്മാവിൽ സത്യത്തിലുമാകുവാൻ വേണ്ടി നമ്മുടെ ഒരുക്കവും നമ്മുടെ തയ്യാറെടുപ്പും തുടരുകയാണ്. ഇന്ന് വായിച്ചതായ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചതായ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 22 വരെയും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 23 വരെയുള്ള 2 വേദഭാഗങ്ങൾ ഇണയർത്ത് ഉപമകളെ കുറിച്ചുള്ള കർത്താവിന്റെ വിത്തുകളെ കുറിച്ചുള്ള ഉപമ, ആ വിത്തുകളുടെ ഉപമ മറ്റുള്ള ഉപമകൾ പഠിക്കുവാനുള്ള താക്കോലായി കർത്താവ് കൊടുത്ത കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അങ്ങനെ ഈ വിത്തുകളുടെ ഉപമ എങ്ങനെയാണ് താക്കോലായി തീരുന്നത്? വിത്തുകളുടെ ഉപമ പഠിച്ചാൽ മാത്രമേ മറ്റു ഉപമകൾ ഗ്രഹിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം കർത്താവ് തന്റെ സംഭാഷണത്തിൽ അവരെ അറിയിക്കുന്നുണ്ട്. പുറത്തു വെച്ച് പറഞ്ഞതായ ഉപമ അകത്ത് എന്ന് ചോദിച്ചപ്പോഴാണ് ദൈവരാജ്യത്തിന്റെ വരം അറിയുവാൻ, ദൈവരാജ്യത്തിന്റെ മർമ്മം ഗ്രഹിക്കാനുള്ള വരം അവർക്ക് നൽകപ്പെട്ടത് എന്ന് നമ്മൾ കേട്ടു. ഇനി നമ്മൾ അകത്തും പുറത്തുമാകുന്ന അനുഭവമുണ്ട്. പുറത്ത് നിന്ന് കേൾക്കുന്ന ഉപമകൾ അകത്ത് എന്ന് വ്യാഖ്യാനം ചോദിച്ചെങ്കിലേ അത് നമ്മുടെ അനുഭവമാകുമെന്നുള്ള കാര്യം ഇവിടെ പഠിപ്പിച്ചു. അപ്പം നമ്മൾ അകത്താണോ പുറത്താണോ എന്ന് പരിശോധിക്കുവാൻ നിർബന്ധിതരായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ദൈവസേനയിൽ സമർപ്പിച്ച ഒരു അപേക്ഷ, എത്ര ശതമാനം നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രാണന്റെ ആ അവസ്ഥ അകത്തുണ്ട് പുറത്തുണ്ട്. അപ്പോൾ പുറത്തുള്ള പ്രാണനിലൂടെയാണ് ശാപവും അശുദ്ധിയും തിന്മയും ബന്ധനവും എല്ലാം കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ ബന്ധനമോ നമ്മുടെ പ്രശ്നങ്ങളോ നിലനിൽക്കുന്നതിന്റെ കാര്യം നമ്മൾ വെളിയിലായിരുന്നാൽ 91-ാം സങ്കീർത്തനത്തിന്റെ ആനുകൂല്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഒരു ബാധയും കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് 91-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അത്യതിന്റെ മറവിൽ അകത്ത് മറഞ്ഞിരിക്കുന്നവരുടെ കാര്യമാണ്. നമ്മൾ ഈ 91-ാം സങ്കീർത്തനം എല്ലാ ദിവസവും ചൊല്ലിയിട്ടും നമ്മളെ അനർത്ഥങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ബാധകൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായി യേശുവിന്റെ അകത്ത് ചെന്നിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എത്ര ശതമാനം അകത്തായി, എത്ര ശതമാനം പുറത്തു കിടക്കുന്നു, പുറത്തു കിടക്കുന്ന എത്ര ശതമാനം പ്രാണനിലൂടെയാണ് ശാപവും രോഗവും അശുദ്ധിയും ബന്ധനങ്ങളും എല്ലാം കയറി വരുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് എത്രയും വേഗം നമ്മൾ മുഴുവനും യേശുവിലാകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലാക്ക്. നമ്മൾ യേശുവിലും യേശു നമ്മളുമാകുന്ന അനുഭവത്തിലാണ് ഫലം കായ്ക്കുന്നത്. പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 8ാം ഞായറാഴ്ച നമ്മുടെ ഫലം കായ്ക്കുന്ന അനുഭവത്തിനുള്ള തടസ്സം എന്നാന്ന് ചെക്കപ്പ് ചെയ്യുകയാണ്. നമുക്ക് ആത്മാവിന്റെ ഫലത്തിന്റെ 3 പടലയും ഇരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആത്മാവിന്റെ ഫലമായ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും എല്ലാം 3 പടലകളായി വിരിഞ്ഞു വരേണ്ടതാണ്. എന്നാൽ നമ്മുടെ നിറവിന് വേണ്ടിയുള്ള ബദ്ധപ്പാടിൽ, ആത്മനിറവിൽ വളരുവാനും നിലനിൽക്കുവാനും ആത്മാവിനനുസരിച്ച് നടക്കുവാനുള്ള ബദ്ധപ്പാടിൽ ചിലപ്പോൾ ആത്മഫലം കായ്ക്കേണ്ട ഈ ചെടി അല്ലെങ്കിൽ ഈ വൃക്ഷം ഇടയ്ക്ക് മരവിച്ചു പോകാനോ ഇടയ്ക്ക് അത് മുരഞ്ഞു പോകാനോ അത് മടുത്തു പോകാനോ തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം നല്ലവണ്ണം വിരിഞ്ഞതിന് ശേഷമാണ് ദീർഘക്ഷമയും ദൈവവും പരോപകാരവും ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയജയവും ഉണ്ടാകുന്നത്. ഈ 3 പടലങ്ങളും കൂടെ ചേർന്ന് ആ ഫലങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ല ശുശ്രൂഷ ഉണ്ടാകുന്നത്. ആ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ വീണ്ടും വളർന്ന് താലന്തുകൾ വ്യാപാരം ചെയ്യുന്നത്. നമ്മുടെ ഇതുവരെയുള്ള ആത്മനിറവിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഇന്നത്തെ അനുഭവങ്ങളിൽ
ഈ ആത്മനിറവിൽ സഭയിൽ ജീവിക്കാനുള്ള ബന്ധപ്പാടിൽ നമ്മൾ തളർന്ന് നിരാശപ്പെട്ട് മടുത്തു പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഏതോ വശം വെളിയിലായി പോയി കാണും. വെളിയിലായതിനെ വീണ്ടും അകത്താക്കേണ്ടിയിരിക്കുന്നു. വെളിയിൽ കിടക്കുന്ന വശം അപകടം സൃഷ്ടിക്കുക എന്നുള്ള കാര്യം ബസ്സിന് യാത്ര ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. കൈയും തലയും പുറത്തിടരുത്, എഴുതി വെച്ചിട്ടില്ലേ? കൈയും തലയൊക്കെ പുറത്തിട്ടാൽ കുറുകെ വരുന്ന വണ്ടികൾ നമ്മുടെ തലയോ കൈയൊക്കെ അടർത്തി എടുത്തുകൊണ്ട് പോയിരിക്കും. വലിയ അപകടം പിടിച്ചതാണ് നമ്മുടെ അവയവങ്ങൾ വെളിയിലിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. നമ്മുടെ സിയോൻ യാത്രയിൽ, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള സിയോൻ യാത്രയിൽ നമ്മുടെ ഒരു വശവും പുറത്തു കിടക്കാൻ പാടില്ല, മുഴുവനകത്തായിരിക്കണം. ആ ഒരു വലിയ മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ്. അതുകൊണ്ട് വെളിയിൽ വെച്ചാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. വെളിയിൽ വെച്ചാണ് ചെയ്യുന്നെങ്കിലും വാഹനത്തിന് വെളിയിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വണ്ടി പുറപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം അകത്തായിരിക്കണം. നമ്മുടെ വശം മുഴുവനും ജീവിതയാത്രയിൽ പല കാര്യങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടി വരും, വണ്ടിയുടെ വെളിയിൽ പോകേണ്ടി വരും, വെളിയിൽ വല്ലതും ചെയ്യേണ്ടി വരും. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ വെളിയിൽ കിടക്കുന്ന വശങ്ങളെല്ലാം അകത്താക്കി നമ്മുടെ വസ്ത്രവും കൂടി അകത്തായോ നോക്കേണ്ടിയിരിക്കുന്നു. കൈയും കാലും അകത്ത് കയറിയാൽ വസ്ത്രം ചിലപ്പോൾ വെളിയിൽ കിടക്കും, അതും അപകടമാണ് അല്ലേ? അതുകൊണ്ട് കൈയുടെയും കാലിന്റെയും കൂടെ വസ്ത്രവും കൂടി അകത്തായോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ച് നമ്മൾ മുഴുവനും അകത്തായെങ്കിലേ നമ്മൾ ഭദ്രമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും സഭാജീവിതത്തിന്റെയും ഒന്നാമത്തെ ലാക്ക് അത് തന്നെയായിരിക്കട്ടെ. കർത്താവേ, എനിക്ക് മുഴുവനായി നിന്റെ ഉള്ളിലായി, ഞാൻ നിന്നിലും അന്നിരുന്നിട്ട് ദൈവരാജ്യത്തിന് മർമ്മങ്ങൾ ഗ്രഹിക്കാനുള്ള വരം കിട്ടിയിട്ട് കർത്താവ് പറഞ്ഞ എല്ലാ ഉപമകളും ധ്യാനിച്ച് അത് മുഴുവൻ ശക്തിയായി അതെല്ലാം ആത്മഫലങ്ങളാക്കി മാറ്റണം എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇങ്ങനെ കർത്താവിന്റെ ശിഷ്യർ യേശുവിന്റെ അകത്ത് ചെന്നിട്ടാണ് ഈ ഉപമകളെ കുറിച്ച് പഠിച്ചതെന്ന് നമ്മൾ കേട്ടു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ആത്മഫലങ്ങൾ വിളയിക്കുന്ന കാര്യത്തിൽ എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്? മുള്ളുകളുടെ വിതയ്ക്കാതെ തരിശെല്ലാം ഒഴുതിട്ട് വേണം മറ്റുള്ളവരിൽ വചനം വിതയ്ക്കാനെന്നും നമ്മളിൽ വചനം വിതയ്ക്കാനെന്നുള്ള കാര്യം യെരമ്യാ 4:3 കൂടെ ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇത്രയും നാൾ നമ്മൾ വചനം വായിച്ചതും പഠിച്ചതും മുള്ളുകൾ കളയാതെയാണോ? മുള്ളുകളുടെ ചെടികളും മുള്ളുകളുടെ വിത്തുകളും നമ്മുടെ ഉള്ളിൽ കാണാൻ സാധ്യതയുണ്ട്. തരിശു നിലത്തിൽ മുള്ളുകൾ എങ്ങനെ വന്നു ചേരുന്നു? കൃഷി ചെയ്യാതിട്ടിരിക്കുന്ന സ്ഥലത്ത്, തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഈ മുള്ള ആരുകൊണ്ട് നട്ടു? മുള്ളിനെ ദൈവം സൃഷ്ടിച്ചതല്ലെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ സൃഷ്ടിയുടെ വിവരപ്പട്ടികയിൽ നിങ്ങൾ മുള്ളുകളും എല്ലാം കണ്ടിട്ടുണ്ടോ? ദൈവം മുള്ളുണ്ടാകട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. ബാക്കിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, മുളച്ചു വന്നു. പക്ഷേ മുള്ള എവിടുന്ന് വന്നു? അതുകൊണ്ട് ആദാമും ഹവ്വയും പാപം ചെയ്ത് വെളിയിൽ പോയി, ഏദൻ തോട്ടത്തിന് വെളിയിലായി. ഏദൻ തോട്ടത്തിന് വെളിയിലുണ്ടായ സാധനമാണ് അത്. ആദാമും ഹവ്വയും പിശാചും കൂടി ഉണ്ടാക്കിയ സാധനമാണ് ഈ മുള്ള്. അത് ശപിക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ ദൈവം സൃഷ്ടിക്കാത്ത മുള്ള് മനുഷ്യനും പിശാചും കൂടി ഉണ്ടാക്കിയിരിക്കുക. അതിന് ദൈവത്തെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ദൈവം സൃഷ്ടിക്കാത്ത മുള്ളും മുള്ളിന്റെ വിത്തും നമ്മിലും മറ്റുള്ളവരിൽ എത്രയുണ്ടെന്ന് അറിഞ്ഞ് അതിനെ ദൂരീകരിച്ചിട്ട് വേണം നമ്മൾ അകത്ത് കയറി ആത്മഫലങ്ങൾ വിളയിക്കുവാൻ. അതുകൊണ്ട് ഈ മുള്ള ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി പിശാച് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് മനുഷ്യന്റെ പ്രാണൻ ഉതകുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് പോകുന്ന പ്രാണനും ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി നമ്മൾ പാപം ചെയ്ത് മരിക്കുന്ന പ്രാണനുമാണ് മുൾച്ചെടി ഉണ്ടാക്കാനുള്ള വളമായി പിശാച് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആദാമും ഹവ്വയും വചനം തള്ളിക്കളഞ്ഞിട്ട് പിശാച് പറഞ്ഞ വാക്ക് വിശ്വസിച്ചപ്പോൾ അവരുടെ ദേഹി മരിച്ചു, പാതാളത്തിലേക്ക് പോകാൻ തുടങ്ങി. അവരെ പാപം ജീവിച്ച പിശാചിന് ആ പ്രാണനെ കിട്ടി. ആ പിശാച് ആ പ്രാണനെ ഉപയോഗിച്ച് വളർന്നു. അവിടെ അതിന്റെ വേസ്റ്റ് മതിയായിരുന്നു മുള്ളുണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിലോ സഭാ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ മുള്ളുകൾക്ക് ഉത്തരവാദി ആരാണ്? നമ്മളും നമ്മുടെ പൂർവികരുമാണ്. അപ്പൊ നമ്മളും നമ്മുടെ പൂർവികരും കൂടി മുള്ളുകൾ സൃഷ്ടിക്കുവാനും അതിനെ നിരന്തരമായി അതിനെ ഒരു പരമ്പരയായി അതിനെ ഭൂമിയിൽ നിലനിർത്താനും ഇന്നും നമ്മൾ അപ്രത്യക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ അതിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന വലിയ കാര്യം. എന്നാൽ ഇങ്ങനെ ദൈവം സൃഷ്ടിക്കാത്തതും മനുഷ്യൻ സൃഷ്ടിച്ചതും പിശാചിനോടുകൂടി സൃഷ്ടിച്ചതുമായ മുള്ളുകൾ നമ്മളെയും നമ്മുടെ അടുത്ത തലമുറകളെ ഇന്നും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുള്ളുകളുടെ വിതയ്ക്കാതെ തരിശുതലം ഒഴുകണമെന്നുള്ള ആ വചനം ആദ്യമായി കൃപായുഗത്തിൽ അനുസരിച്ച് പരിശുദ്ധ കന്യമറിയാമാണ്. പരിശുദ്ധ കന്യമറിയാം ലോകത്തെ രക്ഷിക്കുവാൻ, ലോകത്തിൽ മുള്ളു വിതച്ച പിശാചിനെ തലചതയ്ക്കുവാൻ ഇമ്മാനുവേലിന്റെ അമ്മയാകാൻ ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. ഗബ്രിയേൽ മാലാഖയിൽ നിന്ന് കിട്ടിയ വചനം മാതാവിനെ ആ ആഗ്രഹമുള്ളവളാക്കി. എനിക്ക് ഈ ഭൂമിയിലെ മുള്ളിന്റെ പ്രശ്നമൊന്ന് മാറ്റണം, മുള്ള ഉണ്ടാക്കുന്ന പിശാചിനെ തലചതയ്ക്കാൻ ആ ദൈവത്തിന്റെ പുത്രനെ തന്നെ ഞാൻ സ്വീകരിക്കാം. ഉറച്ചിരുന്ന കല്യാണം പോട്ടെ, എല്ലാ സുഖവും പോട്ടെ, എല്ലാ സൗകര്യങ്ങളും പോട്ടെ, ഈ പ്രശ്നം ആദ്യം തീരട്ടെ, ഭൂമിയുടെ ശാപം മാറട്ടെ,
ഭൂമിയുടെ മുള്ളുകൾ മാറട്ടെ, അതിന് ആ മുള്ളുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നൊക്കെ ചിന്തിച്ച് മറിയാം മുള്ളുകളുടെ പാതയിൽ, മുള്ളിനെ മാറ്റാനുള്ള പാതയിൽ മുള്ളുകളുടെ കെടുതികൾ അനുഭവിച്ച ആളാണ്. മുള്ളു വെട്ടിമാറ്റുന്ന ഒരാളുടെ മുള്ളു കൊള്ളുമെന്നുള്ളത് ശരിയാണ്. മുൾച്ചെടികൾ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ മുള്ള അവരുടെ മേൽ കൊള്ളാൻ സാധ്യതയുണ്ട്. കാലിലും കയ്യിലും തലയിലും ഒക്കെ മുള്ളു കൊള്ളാൻ സാധ്യതയുണ്ട്. അത് സഹിച്ചുകൊണ്ട് വേണം മുള്ളു വെട്ടാൻ വാക്കത്തികൾ വേണമെന്നുള്ള കാര്യം മീഖയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. മീഖ 4:3 നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ തലമുറക്കാരെ നമുക്ക് സംഭാവന ചെയ്ത ആദാമിന്റെ ഹവ്വയുടെയും കാലം മുതൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന മുള്ളുകളുടെ വിത്തുകൾ, അത് മുള്ളുകളുടെ ചെടികൾ, ഇവ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, വേദന വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ മുള്ളു വെട്ടിമാറ്റാനുള്ള വാക്കത്തെയും ആ മുള്ളിന് കുറ്റി പറിക്കാനുള്ള പുഴുക്കളും, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അത് ധ്യാന ജീവിതത്തിൽ ആത്മനിറവുള്ള ഒരു ദൈവ പൈതൽ തനിക്ക് കിട്ടുന്ന ശക്തി മുഴുവനും ഇതിനാണ് ആദ്യം തിരിച്ചുകൊണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. മറിയാമിന് കിട്ടിയതായ വചനം മുഴുവനും, മറിയാമിന് കിട്ടിയ കൃപ മുഴുവനും ഈ മുൾച്ചെടികളുടെ ഇടയിൽ വചനം വിതയ്ക്കാതെ ഒരു നല്ല വിളഭൂമി ഉണ്ടാക്കാൻ 9 കൊല്ലം മെനക്കെട്ടു. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ കിട്ടിയ അനുഗ്രഹങ്ങളും കൃപയും മുഴുവനും തന്റെ ദേഹിയുടെ മണ്ഡലത്തെ വചനം വിതയ്ക്കാൻ കൊള്ളാവുന്ന മുള്ളുകൾ ഇല്ലാത്തൊരു സ്ഥലം ആയി മാറ്റാൻ സാധിച്ചപ്പോൾ അവൾ കൃപയിൽ നിറഞ്ഞു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനമായി യേശുവിന്റെ വിത്തിനെ തന്നെ കയ്യിൽ കിട്ടി. ആ വിത്തിനെ വളർത്തിയെടുത്തിട്ടാണെന്ന് യേശു നമ്മുടെ സമാധാനമെന്ന് പൗലോസ്ലീഹ പറയാൻ എഫേസ്യർ 2:14 ഇടയാക്കിയത്. അങ്ങനെ പൗലോസ്ലീഹ ഈ സമാധാനം കണ്ടെത്തി, സാധു സുന്ദർ സിംഗ് ആ സമാധാനം കണ്ടെത്തി, അനേകർക്ക് ആ സമാധാനം യേശുവിനെ വിത്തായിട്ട് കിട്ടി. അവനെ ആ സമാധാനത്തിന്റെ ഫലമാക്കി വളർത്തി. അത് അനേകർക്ക് ഇന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമാധാനത്തിന്റെ ഫലം ഈ ആത്മഫലത്തിന്റെ ആദ്യത്തെ പടലിലുള്ളതാണ് സ്നേഹവും സന്തോഷവും സമാധാനവും. അതിനുശേഷം അടുത്ത പടൽ വിരിയുമ്പോഴാണ് ദീർഘസമയത്തെയും പരോപകാരം ഉണ്ടാകുന്നത്. അതിന്റെ 3ാമത്തെ പടലിലാണ് വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഉണ്ടാകുന്നത്. എല്ലാം നിയന്ത്രിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ കൃഷിയിൽ ധാരാളം ഫലം ഉളവാക്കുവാൻ ഈ മുൾച്ചെടികൾ വെട്ടിമാറ്റുന്ന പ്രക്രിയയിൽ ദീർഘക്ഷമയും സ്വയം നിയന്ത്രണവും വളരെയധികം ആവശ്യമാണ്. അതെങ്ങനെയാണ്? ശത്രുക്കൾ നമുക്കെതിരായിട്ടുണ്ടാകുന്ന കുന്തങ്ങളും വാളുകളുമാണ് ഈ കൃഷിഭൂമിയിൽ ദൈവം ഉപയോഗിക്കുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ശത്രു നമുക്കെതിരായി, അല്ലെങ്കിൽ തിന്മപ്പെട്ടവൻ, പിശാച്, അസൂയക്കാരൻ നമുക്കെതിരായിട്ടുണ്ടാക്കുന്ന വാളുകളെയും കുന്തങ്ങളെയും ദൈവരാജ്യത്തിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ മുള്ളുവെട്ടാനുള്ള വാക്കത്തികളും അതിന്റെ കുറ്റി പറിക്കാൻ പറ്റിയ കൊഴുക്കളുമാക്കി മാറ്റി നമുക്ക് മുള്ളു നിറഞ്ഞ സ്ഥലത്തെ നല്ല വിളഭൂമിയാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യം പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലരും നമ്മളോട് ചേർന്ന് പറയുന്നു. ഇത്രയും നാളത്തെ സഭാ ജീവിതത്തിൽ കഴിഞ്ഞ തലമുറയിൽ കൂടെ കടന്നു വന്ന മുൾച്ചെടികളെ വെട്ടിമാറ്റുള്ള വാക്കത്തി ഉണ്ടായോ? ആ വാക്കത്തി കുന്തം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കെതിരായി കുന്തം ഉണ്ടാക്കി നമ്മുടെ പുറകെ വരുന്നവരുടെ കുന്തം പ്രാർത്ഥിച്ച് അവര് ഗാഠനിദ്രയിലാകുമ്പോൾ ഊരിയെടുത്ത് കർത്താവിലേക്ക് കൊടുത്താലേ അതിന് വാക്കത്തിയാവുള്ളൂ. അതുകൊണ്ട് ശത്രുക്കൾ നമ്മളെ തേടി വരുമ്പോൾ, ശത്രുക്കൾ നമ്മളെ തപ്പി കുന്തവുമായി നടക്കുമ്പോൾ അവരുടെ കാല് കഴിക്കുന്നിടം വരെ നമ്മൾ ഓടി നടക്കണം. അവർ കാല് കഴിച്ച് ബോധം കെട്ട് ഉറങ്ങുന്ന ഒരു ദിവസം വരും. അപ്പോൾ അവിടെ കുന്തം അവിടെ തലയ്ക്ക് കാണും. അതെടുത്ത് അവിടെ തലക്കിട്ട് കുത്താതെ എടുത്ത് യേശുവിന്റെ കൊടുക്കാമെങ്കിൽ കർത്താവ് അതിനെ വാക്കത്തിയായിട്ട് വരും. ആ വാക്കത്തി കൊണ്ടാണ് ഈ ശാപത്തിന്റെ മുള്ളു വെട്ടി മാറ്റിയിട്ട് അത് വേലിയാക്കി മാറ്റാം. അങ്ങനെ അതുവരെ വിളഭൂമിയിൽ നിന്ന മുള്ളുകളെ വെട്ടിയെടുത്താൽ പിന്നെ അതിനെ വേലിയാകും. ആ മുള്ളിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുക. ദൈവം സൃഷ്ടിച്ചതല്ലെങ്കിലും മനുഷ്യരും പിശാചുകളെ ഉണ്ടാക്കിയതാണെങ്കിലും മുള്ളെങ്കിലും ആ മുള്ളിനെ ദൈവം പ്രയോജനപ്പെടുത്തി വേലിയാക്കി അങ്ങ് മാറ്റും. അതേ മുള്ളാണ് യേശു കിരീടമാക്കി മാറ്റിയത്. മുൾക്കിരീടം ധരിച്ചുകൊണ്ടാണ് യേശു പ്രാണനെ വിട്ടത്. അപ്പോൾ പിശാചുണ്ടാക്കിയെങ്കിലും കർത്താവ് അത് കിരീടമായിട്ട് തലയെ വെച്ചു. റമ്പാച്ചന്മാരുടെ തലയിൽ കിടക്കുന്ന ഇതെന്നതാ? മുൾക്കിരീടമാണ്. ഈ മുൾക്കിരീടത്തിന്റെ കാര്യം ഓർക്കാനാണ് കർത്താവിന് നാസീർ പ്രകാരം നീട്ടിയ മുടിയുടെ മുകളിലാണ് ഈ മുൾക്കിരീടം വെച്ചത്. അത് ഓർപ്പിക്കാൻ വേണ്ടി ഒരു കറുത്ത തുണിയും, കർത്താവിനെ നീട്ടിയ മുടിയെ സൂചിപ്പിക്കുന്ന ഒരു കറുത്ത തുണിയും, കർത്താവിന്റെ മുടിയുടെ മുകളിൽ വെച്ചതായ ആ മുൾക്കിരീടത്തെ സൂചിപ്പിക്കുന്ന 12-13 കുരിശും വെച്ചിരിക്കുന്നു. ഇത് യേശു മുള്ളിനെയോ ആ മുള്ളുണ്ടാക്കിയവരെ വേർത്തിൽ അവരെ അനുഗ്രഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവത്തിന്റെ അനുവാദമില്ലാതെ വചനം തള്ളിക്കളഞ്ഞ് ബോഷ്ക്ക് വിശ്വസിച്ച് ഉണ്ടാക്കിയ ആ മുള്ളിനെ നടുക്കുന്നത് വെട്ടി മാറ്റിയെന്ന് മാത്രം. അതിനെ വേലിയാക്കുന്നു. ബാക്കിയുള്ളതിനെ കൊണ്ട് കർത്താവ് മുൾക്കിരീടം ഉണ്ടാക്കുന്നു. ഇന്ന് എല്ലാ തലമുറക്കാർക്കും മുൾക്കിരീടം ഉണ്ടാക്കാൻ മുള്ളുണ്ടാക്കുന്നവരാവശ്യമാണ്. അവിടെ മുള്ളുണ്ടാക്കുന്നവരെ നമുക്ക് അനുഗ്രഹിക്കാം. നമ്മൾ മുള്ളുണ്ടാക്കണ്ട, മുള്ളുകൃഷിയും വേണ്ട. വളരെ മുള്ളുകൃഷി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കും. അത് കിരീടം ഉണ്ടാക്കാനും വേണം, വേലി കെട്ടാനും വേണം, പിന്നെ കഴുകന്മാർക്ക് കൂടുണ്ടാക്കാനും മുള്ളു വേണം. അപ്പൊ കഴുകന്മാർക്ക് പറന്നു ചേരാൻ
മുള്ളുള്ള കൂടിൽ നിന്ന് മാത്രമേ പറക്ക പഠിക്കുന്ന സമയത്ത് അതിന് കുത്തുകൊണ്ടിട്ട് മുകളിലേക്ക് പറക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മനിറമുള്ള ദൈവ പൈതലിനെ ശപിക്കപ്പെട്ട ദൈവവചനത്തെ അനുസരിക്കാത്തവരുടെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ശപിക്കപ്പെട്ടവരാണ് നമ്മൾ യിരെമ്യാ 17:5 വായിച്ചു. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുകയോ ദൈവവചനം നമ്മളിൽ നിന്ന് അകലുകയോ ചെയ്യുമ്പോൾ ശപിക്കപ്പെടുകയാണ്. ശപിക്കപ്പെട്ട സ്ഥലത്താണ് മുള്ളുണ്ടാകുന്നത്. അങ്ങനെ അറിഞ്ഞോ അറിയാതെയും നമ്മളോ നമ്മുടെ പൂർവികരോ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവവചനം തള്ളിക്കളഞ്ഞപ്പോൾ മുള്ളുണ്ടാക്കുന്ന പാഴ്നിലങ്ങളായി നമ്മൾ മാറി. ആ പാഴ്നിലത്തിലെ മുള്ളുകൾ കർത്താവും മാതാവും കൂടി വെട്ടിമാറ്റാൻ തുടങ്ങി. നമുക്ക് ആ പരിപാടി തുടരാം. നമ്മുടെ ജീവിതത്തിലെ മുള്ളുണ്ടാക്കിയവർക്കെല്ലാം നന്ദി പറയാം. അവർ കൊണ്ടുവരുന്ന കുന്നങ്ങളെ നമുക്ക് വാക്കത്തികളാക്കാം. അവർ തന്നെ കൊണ്ടുവരുന്ന വാളുകളെ നമുക്ക് കൊഴുക്കളുമാക്കാം. എന്നിട്ട് മാതാവിനെയും കർത്താവിനെയും വിശുദ്ധന്മാരെയും പോലെ ഈ മുള്ള് വേലിയായും കിരീടമായും പറക പഠിക്കാനുള്ള കൂടായി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. ചെയ്യാനുണ്ട്. ഇനി ചെയ്യാനുള്ള പണികൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുമ്പോൾ വചനം നമ്മൾ ചെയ്യാൻ കർത്താവ് ഉദ്ദേശിക്കുന്ന എല്ലാ പണിയും ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ജന്മസാഫല്യം അടയാൻ സാധിക്കുന്നത്. ഇന്ന് വായിച്ച എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ചെയ്യുന്ന ഒരു വലിയ പണി, ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് വചനം കയറി വന്ന് പ്രവർത്തിക്കുന്ന ഒരു കാര്യം എബ്രായ ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ തിരുവചനം കയറി വരുമ്പോൾ അതൊരു വാളിന്റെ പണി ചെയ്യുമെന്നാണ് പറയുന്നത്. യേശുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വാളിന്റെ വേല ചെയ്തിട്ട് വേദനാജനകമായ ചില വേർപാടിന്റെ അനുഭവങ്ങൾ വരുത്തിയിട്ട് ആണ് നമ്മളെ സമാധാനത്തിന്റെ ഐക്യത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടിരുന്നത്. ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്താൻ വന്നത് എന്ന് പറഞ്ഞ വചനമായ യേശു അത് ആരംഭത്തിലും അവസാനത്തിലും എപ്പോഴും അസമാധാനത്തിന്റെ അനുഭവങ്ങളിലൂടെ സമാധാനത്തിന്റെ അനുഭവത്തിൽ എത്തിക്കുന്നയാളാണെന്ന കാര്യം ഇത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ കന്യമറിയാമിന്റെ ജീവിതത്തിൽ ഗബ്രിയേൽ മലാഹ വന്ന് ഈ വചനം കൊടുത്തപ്പോൾ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്നാ പറഞ്ഞത്. ആ സമാധാനത്തിന്റെ വലിയ അനുഭൂതിയിൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വചനമായ യേശുവിനെ ശരീരമാക്കി അതിനെ രക്ഷകനാക്കി ലോകത്തിന് സംഭാവന ചെയ്യുന്ന പരിപാടിക്ക് ആ വലിയ കോൺട്രാക്ട് ഈ മറിയാം ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സമാധാനം പോവുകയായിരുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം കുറെ കഴിയുമ്പോൾ അങ്ങ് പോയി. പിന്നെ അസമാധാനമാണ്. എന്താണ്? ഈ വചനം അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അതൊരു കുഞ്ഞായി വളരുന്ന കാര്യം. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യോസേഫിന് പോലും അസ്വസ്ഥതയും അസമാധാനം വരുത്തി. നാട്ടിൽ മുഴുവൻ അസമാധാനം. വിവാഹ നിശ്ചയത്തിന് വന്നവർക്ക് എല്ലാം അങ്കലാപ്പ്. അവർക്കെല്ലാം ഉണ്ടായിരുന്ന സമാധാനങ്ങൾ പോയി. ഞാൻ സമാധാനമല്ല വാളത്രേ വരുത്താനെന്ന് പറഞ്ഞൊരു അനുഭവം. അപ്പോൾ വചനമായ യേശു ആദ്യം സമാധാനം മാതാവിന് കൊടുത്തു. ആ സമാധാനം മാതാവ് ആസ്വദിച്ചു. ആ സമാധാനമാണ് തീരുമാനമെടുക്കുവാനുള്ള ധൈര്യം കൊടുത്തത്. തീരുമാനം എടുത്തു കഴിഞ്ഞ പിന്നെ അസമാധാനമായി മാറി. ആദ്യം മധുരമായിരുന്നു, പിന്നെ കയ്പായിരുന്നു. അത് യെഹെസ്കേലിന്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ വചനം ആദ്യം മധുരവും പിന്നെ കയ്പും നൽകുന്ന അനുഭവം വരുമെന്നാണ്. നല്ല മധുരമായിട്ട് യെഹെസ്കേൽ അത് വയറു നിറയെ വചനം കഴിച്ചെന്ന് പറഞ്ഞൊരു പ്രവചനമുണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അകത്ത് ചെന്നപ്പം ഭയങ്കര കയ്പായെന്നാണ്. ഇങ്ങനെ മധുരമായിട്ട് കേൾക്കുന്ന വചനങ്ങൾ കുറെ കഴിയുമ്പോൾ കയ്പിന്റെ അനുഭവം നമുക്ക് തരും. ആ കയ്പിന്റെ അനുഭവത്തെ അതിജീവിച്ചതിന് ശേഷമാണ് പിന്നെ നിത്യമായ മധുരം നമുക്ക് തരാൻ പോകുന്നത്. നിത്യസന്തോഷവും നിത്യസമാധാനവും നിത്യമധുരവും തരുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു കയ്പുണ്ട്. ആ കയ്പ് സഹിക്കുവോ എന്ന് പറഞ്ഞു. അത് ഇതിനകത്തുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ കയ്പിൽ കൂടി അല്ലാതെ ആ മധുരത്തിൽ എത്താൻ സാധ്യമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വചനമാകുന്ന വാള് വന്ന് നമ്മളിൽ ആദ്യം കയ്പിന്റെ അനുഭവം തരുന്ന സമാധാനത്തിന്റെ ആസ്വാദനം കിട്ടിയതിന് ശേഷം പിന്നെ ഈ വാള് ചെയ്യുന്ന ഒരു പണി ഈ എബ്രായ ലേഖനം 4:12 പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തി എന്താണ്. അതുകൊണ്ട് അത്തരം അനുസരണക്കേട് കാട്ടി നിർമ്മലരും വീണുപോകാതിരിക്കാൻ നമുക്ക് വിശ്രമത്തിൽ പ്രവേശിക്കുവാൻ തീവ്രമായി പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയത് ആത്മാവിനെയും അരൂപിയെയും സന്ധിയെയും മജ്ജയെയും വേർപെടുത്തി തുളച്ചു കയറുന്നു. ഹൃദയത്തിലെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും അത് വിവേചിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ദേഹം നീങ്ങി ആത്മാവെന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ആദ്യം ഒന്നായിട്ട് വളർന്നു വരുമ്പോൾ വചനം കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിനെ 3 ഡിപ്പാർട്ട്മെന്റായിട്ട് മാറുന്നത്. നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും വചനം 3 ഡിപ്പാർട്ട്മെന്റായിട്ട് തിരിക്കണം. 3 ഭാഗമായി തിരിച്ചിട്ട് കൈകാര്യം ചെയ്തെങ്കിലേ നമുക്ക് യഥാർത്ഥ സമാധാനവും യഥാർത്ഥ സന്തുഷ്ടിയും രക്ഷയും ലഭിക്കുകയുള്ളൂ. വചനമായ ദൈവം മറിയാമിന്റെ ഉള്ളിൽ വന്ന് ദൈവത്തിന്റെ വചനമാകുന്ന വാള് മറിയാമിന്റെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും 3 തലങ്ങളായി തിരിച്ചിട്ട് ആത്മാവിലൂടെ കയറി വന്ന ദൈവത്തിന്റെ വചനം അത്
ദേഹിയുടെ മണ്ഡലത്തിലെത്തിയപ്പോൾ അത് സമാധാനം നൽകി. അത് ദൈവഹിതം നടപ്പിലാക്കാനുള്ള വലിയ സമർപ്പണത്തിലേക്ക് അവളെ നയിച്ചു. പക്ഷെ ആ വചനം ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ താനൊരു അമ്മയായിട്ട് മാറുകയാണ്. ഈ വചനം ശരീരമായി തീരാൻ തുടങ്ങിയപ്പോൾ അത് കയ്പായിട്ട് മാറി. അപ്പോൾ ആത്മീയ തലത്തിലും ദേഹിയുടെ മണ്ഡലത്തിലും ഇത് സന്തോഷം തരുന്നതാണ്. പക്ഷെ ശരീരത്തിന്റെ തലത്തിലേക്ക് എത്തുമ്പോൾ അത് കയ്പിന്റെ അനുഭവം തരും. ആ കയ്പിന്റെ അനുഭവത്തെ അതിജീവിച്ചതിന് ശേഷമാണ് പിന്നെ അത് അനുഗ്രഹവും മധുരവുമായി മാറുന്നത്. ഇത് ശാരീരികവും ആത്മീയവും മാനസികവുമായ എല്ലാ മണ്ഡലങ്ങളിലും ഈ ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിയുമ്പോൾ വിവാഹത്തിന്റെ ദിവസം വലിയ സന്തോഷം, മധുവിധം ആഘോഷിക്കുമ്പോൾ സന്തോഷം. ഒരു കൊല്ലത്തിനിടയിൽ ഈ മധുവിധം ആഘോഷിച്ച മണവാട്ടി ഗർഭിണിയായി തീരുമ്പോൾ സന്തോഷമൊന്നും ഇത് പിന്നെ കയ്പ്, പിന്നെ ഛർദിലൊക്കെയാണ്. പിന്നെ യാതൊരു സ്വസ്ഥതയും, പിന്നെ ക്ഷീണമാണ്, ഛർദിലാണ്, കയ്പാണ്, വല്ലാത്ത അസ്വസ്ഥതയാണ്. പിന്നെ ബെഡ് റെസ്റ്റ് വേണം. ഇങ്ങനെ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള ബന്ധപ്പാടിൽ ആ വിവാഹ ദിവസം തൊട്ട് ഗർഭം ധരിക്കുന്നവരെ ഉണ്ടാകുന്ന എല്ലാ സുഖവും അങ്ങ് പോവുക. പിന്നെ വല്ലാത്ത വല്ലായ്മ, അസ്വസ്ഥത, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങുക, പിന്നെ ഒരു സന്തോഷം. അതുവരെയും വേദനകളും യാതനകളും സങ്കടങ്ങളുമാണ്. ഇതുപോലെ തന്നെയാണ് വചനമായ യേശുവിനെയും നമ്മൾ ഗർഭം ധരിക്കുമ്പോൾ ഒരു സന്തോഷം, അതിനുശേഷം ഈ കുഞ്ഞ് വളരുന്ന സമയത്ത് മഹാകയ്പ്, അതിനുശേഷം മഹാ അസ്വസ്ഥതകൾ, ഇങ്ങനെ അസമാധാനങ്ങൾ ധാരാളമായി വരും. പിന്നെ ഈ കുഞ്ഞ് പാലുടിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം പിന്നെ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. ആ കുഞ്ഞ് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നല്ല തുണ. ആ കുഞ്ഞ് പ്രായപൂർത്തിയായി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എപ്പോഴും കൂടെ അത് സ്വർഗാരോഹണം ചെയ്താൽ അവിടെ ഇരുന്നോടെ നല്ല യോദ്ധാവായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇങ്ങനെ ഈ യേശുവിനെ വചനമായി നിങ്ങളിൽ കിട്ടിക്കഴിഞ്ഞ് ഈ യേശു ഇപ്പൊ നിങ്ങൾക്ക് കയ്പ് തരുന്ന അവസരമാണോ? ശബ്ദിൽ വരുന്ന സമയമാണോ? എന്താ അസ്വസ്ഥത വരുന്ന ഉള്ള സമാധാനം കളയുന്ന അവസ്ഥയാണോ? ഇതെല്ലാം കഴിഞ്ഞ് യേശു മരിച്ചു ഉയർത്തെഴുന്ന സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ പോയിരുന്ന് നമ്മുടെ ശത്രുവിനെ പാദപീഠമാക്കി കഴിഞ്ഞ് മാത്രമേ കർത്താവ് വാഗ്ദത്തം ചെയ്ത പലതും നമുക്ക് കിട്ടുകയുള്ളൂ. അതുവരെ പിടിച്ചു നോക്കിയോന്നാണ് ചോദിച്ചത്. നമ്മുടെ ഉള്ളിൽ യേശു പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ ശാപം തീരൂ, നമ്മുടെ സ്വന്തം ശാപം തീരൂ, നമ്മുടെ പൂർവ്വശാപം തീരൂ, അതുവരെ നിങ്ങൾ പിടിച്ചു നോക്കുവോ? അതുവരെ പ്രാണനെ ഇവിടെ അകത്താക്കുവോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്തെങ്കിൽ നമ്മുടെ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് ചെല്ലണം. നമ്മുടെ ശരീരവും നമ്മുടെ ദേഹികളെ ചേർന്നുള്ള നമ്മുടെ ആ പ്രാണി അല്ലെങ്കിൽ ആ ജീവി യേശുവിന് വേണ്ടി ജീവൻ കളഞ്ഞാൽ അത് ഈ പിതാവ് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ അകത്ത് ചെല്ലും. അങ്ങനെ പിതാവിന്റെ വലുതുവാതിരിക്കുന്ന യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തിൽ നമ്മുടെ ആത്മാവ് മാത്രം ചെന്നാൽ പോരാ, നമ്മുടെ പ്രാണൻ മുഴുവനും ചെല്ലണം. കല്യാണ ദിവസം ശരീരവും അങ്ങ് ചെല്ലണം. നമ്മുടെ ശരീരം യേശുവിന്റെ ശരീരം പോലെ ഉയർത്തെഴുന്നേറ്റ് രജസ്കരിക്കപ്പെട്ട് അങ്ങ് ചെല്ലുമ്പോഴേ ഈ സമ്മേളനം പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടുകയും അത് പൂർണ്ണമാകുകയുള്ളൂ. അതുവരെ പീസായിട്ട് അങ്ങ് ചെല്ലുക, കുറേശ്ശെ ആയിട്ട്. അതുകൊണ്ട് ആദ്യം ആത്മാവിനെയും കൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. മാമോദീസയുടെ അന്ന് ഒരു ദിവസത്തെ പ്രാണൻ അങ്ങ് ചെല്ലും. പിന്നെ ആ കുഞ്ഞിനെ ദൈവാത്മാവിൽ വളർത്തുകയാണെങ്കിൽ അത് ഓരോ ദിവസവും അതിന്റെ പ്രാണനും അതിന്റെ രോഗവും അതിന്റെ യാതനയും വേദനയും എല്ലാം അതിന്റെ പ്രാണനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. ഇത് പൂർണ്ണതയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത്. അതുവരെയും ഈ അസമാധാനം അനുഭവിക്കണമെന്നാണ് പറഞ്ഞത്. വചനമാകുന്ന വാള് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ ഈ വചനം നമ്മളോട് പറയും, എഫേസ്യർ 2 വായിക്കുമ്പോൾ പറയും, നിന്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്വർഗത്തിലിരിക്കുകയാണ്. എന്തൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. നമ്മുടെ ഒരേറ്റം സ്വർഗത്തിലെത്തിയല്ലോ എന്നൊരാശ്വാസം. അപ്പൊ വചനം നമുക്ക് തരേണ്ട ആദ്യത്തെ ഉറപ്പ്, സ്വർഗത്തിലിരിക്കുന്ന അപ്പനുണ്ട്, സ്വർഗത്തിൽ എന്റെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ആ ഉറപ്പ് വേണം. നമ്മുടെ ഒരറ്റം സ്വർഗത്തിൽ എത്തിയെന്നുള്ള ബോധം വളരെ ആശ്വാസം നൽകുന്നതാണ്. ഒരറ്റം അങ്ങ് എത്തിയല്ലോ. പിന്നെ രണ്ടാമത് കുരിശെടുത്ത് കഷ്ടം സഹിക്കുന്ന ദിവസത്തെ വിശ്വാസത്തോടും പ്രത്യാശയോടും ദൈവസ്നേഹത്തോടും കൂടെ ജീവിക്കുന്ന ഒരു ദിവസത്തെ പ്രാണൻ സൃഷ്ടാവങ്ങൾ പരവേൽപ്പിച്ചാൽ ആ ഒരു ദിവസത്തെ പ്രാണൻ കൂടെ അങ്ങ് ചെന്നു, ഒരാശ്വാസം ഇല്ലേ? ഇങ്ങനെ ഓരോ ദിവസത്തെയും ദൈവഹിതപ്രകാരമുള്ള ജീവിതത്തിൽ ആ പ്രാണനെ അപ്പച്ചനെ കൊടുത്തേച്ച് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ആ പ്രാണനെ അപ്പച്ചനെടുത്ത് ഉമ്മ വെച്ചിട്ട് മകനെ കൊടുക്കും. വേണ്ട, കൊച്ചിനെ കിട്ടിയിട്ടുണ്ട്, നീ വളർത്തിക്കണം പറയും. അപ്പം ഈ യേശുവിന്റെ ഉള്ളിൽ പല അറകളുണ്ട്. നമ്മുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന ഒരറ, നമ്മുടെ പ്രാണനെ സൂക്ഷിക്കുന്ന ഒരറ. ഇനി നമ്മുടെ പ്രാണൻ പ്രായപൂർത്തിയായി കഴിഞ്ഞ് അത് വേറെ അനേക പ്രാണനെ നേടിക്കൊണ്ട് ചെല്ലുമ്പോൾ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മറ്റൊരറ. ഇപ്പൊ 3 തരം അറകളുണ്ട് കർത്താവ്. ഏതാ? ആത്മാവിനെ സൂക്ഷിക്കുന്ന അറ, പ്രാണനെ ചെല്ലുന്ന പ്രാണനെ സൂക്ഷിക്കുന്ന അറ, ആ കൊണ്ടിയിലുന്നവരുടെ പ്രാണനെ സൂക്ഷിക്കുന്ന മറ്റൊരറ. ഇങ്ങനെ ഒരു വീട്ടിലാണെങ്കിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അതിന് 3 വയസ്സ് വരെ പാല് കൊടുത്തപ്പോൾ 4ാമത്തെ വയസ്സായപ്പോൾ അടുത്ത കൊച്ചിന് വന്നു. മൂത്ത കൊച്ചിനെ പപ്പായുടെ മടി കൊണ്ട് വെക്കും, ഇല്ലേ? ചന്ദ്രനെയും കൂടെ നോക്കാൻ നോക്കുമോ? പപ്പ കൊച്ചിനെ മൂത്ത കൊച്ചിനെ വളർത്തുമ്പോൾ ഇളയ കൊച്ചിനെ അമ്മ വളർത്തുക, ഇല്ലേ? ഇങ്ങനെ പപ്പായും അമ്മയും കൂടിയാണ് കൊച്ചിനെ വളർത്തുന്നത്. ഇതുപോലെ
നമ്മുടെ ദേഹി പ്രായപൂർത്തിയായി കഴിഞ്ഞ് പൊടിമക്കളെയും ധാരമക്കളെയും പ്രസവിക്കാൻ തുടങ്ങും. കന്യയായിരുന്നുകൊണ്ട് കന്യയായിരുന്നുകൊണ്ട് യേശുവിനെ പ്രസവിച്ചവർ തന്നെ നമ്മുടെ ദേഹിയുടെ മണ്ഡലം വളർന്ന് പ്രായപൂർത്തിയായാൽ ഈ യേശുവിന്റെ അടുത്ത് പോയാൽ യേശുവിന്റെ അടുത്ത് തന്നെ ആത്മാക്കളെ വാങ്ങിച്ചിട്ട് ആ ആത്മാക്കൾക്കുള്ള പ്രാണനെ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ അനേകം പൊടിമക്കൾ ഉണ്ടാകും. പൊടിമക്കൾ വളർന്ന് മിടുക്കരായി താരമക്കളായി കഴിയുമ്പോൾ വല്ലാത്ത വെയിറ്റ് ആയിരിക്കും. എല്ലാത്തിനും കൂടെ താങ്ങാനും ഒക്കെയില്ല. അപ്പോൾ ഇമ്മാനുവേൽ ചാന്റെ മടിയിലോട്ടങ്ങ് മാറ്റാം. അപ്പൊ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും മൂത്ത പിള്ളേരെ യേശുവിന്റെ മടി വെച്ചിട്ട് കൊച്ചു പിള്ളേരെ വാങ്ങിച്ചുകൊണ്ട് പോരുക. ഇതാ രണ്ടുപേരും കൂടെ പിള്ളേരെ വളർത്താന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അനേകരെ വളർത്തുകയാണ്. നമ്മൾ വചനം കേട്ട് കഴിഞ്ഞാൽ അനേകർക്ക് വചനം കൊടുക്കുകയാണ്. ഇങ്ങനെ പൊടിമക്കളെയും ധാരമക്കളെയും ആയിരക്കണക്കിന് വളർത്തി യേശുവിനെ കൊണ്ട് കൊടുത്ത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആ സഭയായി തീരുന്നത്. മാതാവ് ചെയ്ത അതേ പണി നമുക്കും ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഇടയിൽ കയ്പും വാളും വേദനയും അസമാധാനവും സമാധാനമൊക്കെ ഇടകലർന്നു വരും. ഇതെല്ലാം ഇതിനകത്തുള്ളതാണെന്നറിയാമെങ്കിൽ എല്ലാം സ്വതന്ത്രത്തോടെ സ്വീകരിച്ച് ഇതിനെല്ലാം ഈ ആത്മീയ ജീവിതത്തിന്റെ മുതൽക്കൂട്ടാക്കി മാറ്റാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയിൽ വചനമാകുന്ന വാള് ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ ആത്മാവ് സ്വർഗ്ഗത്തിലെത്തിയെന്നുള്ള ബോധ്യം നമുക്ക് തരിക. രണ്ടാമത് ഓരോ ദിവസവും രക്ഷിക്കപ്പെടുന്ന പ്രാണനെ നമ്മൾ ഈ വാള് വേർപെടുത്തി പിതാവിന് കൊണ്ട് കൊടുക്കും. ഏറ്റവും അവസാനം ഈ വചനം തേജസ്കരിക്കപ്പെടട്ടെ ഉയർത്തട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നങ്ങ് പോവുകയാണ്. ഈ അനുഭവം കഴിയുന്നവരെയും ഈ വചനം നമ്മൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് മാതാവ് ഒരു ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അതുപോലെ സഭ കർത്താവിന്റെ ഒരു എടുക്കപ്പെടും. ആ കൂടെ നിങ്ങളുണ്ടായിരിക്കുമോ? ആ ആഗ്രഹമുള്ളവർക്ക് എഴുന്നേൽക്കാം.